വെൽക്കം 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 ബാക്ക് ടു എ പ്ലസ് ലേണിംഗ്. എന്റെ കുഞ്ഞുമക്കളെ, നാടും പ്രകൃതിയും ഓണത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. എന്റെ കുഞ്ഞുമക്കളോ ഓണം എക്സാമിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം സോഷ്യൽ സയൻസ് ആണോ? സോഷ്യൽ സയൻസിലെ മാപ്പ് മാർക്കിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കുഴപ്പിക്കാറുണ്ടോ? എങ്കിൽ അതിനുള്ള ഒരു പോംവഴിയുമായിട്ടാണ് എ പ്ലസ് ട്യൂഷൻ സെന്റർ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എന്റെ മക്കൾക്ക് മാപ്പ് മാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ ഫുള്ള് മാർക്ക് നേടിത്തരാൻ വേണ്ടിയിട്ടാണ് അനിൽ മാഷ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മാപ്പ് മാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യനും വന്നോട്ടെ, അതിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കൃത്യമായിട്ട് ചോദ്യങ്ങൾ മനസ്സിലാക്കി അതിന് കൃത്യമായ ഉത്തരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി 4ൽ 4 മാർക്ക് നമ്മൾ വാങ്ങിക്കും എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ മാപ്പ് മാർക്കിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുക, നമുക്ക് നോക്കാം. എൻ്റെ മക്കളെ, പ്രധാനമായിട്ടും നമ്മുടെ 9ാം ക്ലാസ്സിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് മാപ്പിൽ അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്നത്. ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് കാര്യങ്ങൾ? ഒന്നാമത്തെയാണ് കാരക്കോറം മലനിരകൾ നമ്മളോട് അടയാളപ്പെടുത്താൻ പറയും. ലഡാക്ക്, സസ്കർ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, പത്കായി ഭൂം, നാഗാ ഹിൽസ്, മിസോ ഹിൽസ്, ജയന്തിയ ഹിൽസ്, വിന്ധ്യ, സത്പുര ഹിൽസ്, ആരവല്ലി ഹിൽസ്, ഹിമാലയൻ റിവേഴ്സ്, പെനിൻസുലാർ റിവേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് മാപ്പിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ വരും. അതുമാത്രമല്ല, കോസ്റ്റൽ പ്ലെയിൻസ്, നമുക്കറിയാം കോസ്റ്റൽ പ്ലെയിൻസിന് തന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതിനെ തന്നെ എഗെയിൻ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാപ്പിൽ അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കും. അതേപോലെ വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും മാപ്പിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ചോദിക്കും. ക്ലിയർ ആയല്ലോ? ഐലാൻഡ്സും ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഇപ്രാവശ്യം മാപ്പിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ മക്കള് സങ്കടപ്പെടേണ്ട, നിങ്ങളുടെ കൂടെ അനിൽ മാഷ് ഉണ്ട്. മാപ്പുമായി ബന്ധപ്പെട്ട് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ അതിൽ ഫുള്ള് മാർക്ക് വാങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇന്നത്തെ ക്ലാസ് കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യും എന്ന് എനിക്ക് യാതൊരു വിധ കൺഫ്യൂഷനും ഇല്ല. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അത് സ്കോർ ചെയ്യും. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ നോക്കിയ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂപടം എല്ലാവരും കാണുന്നുണ്ട് അല്ലെ? ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൂപടം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തറിയുള്ളൂ? മാപ്പിൽ മാർക്കിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്തൊക്കെ അടിസ്ഥാന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? എൻ്റെ മക്കളെ, ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ വെസ്റ്റ് ഭാഗം ഏതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈസ്റ്റ് ഭാഗം ഏതെന്ന് മനസ്സിലാക്കണം. നോർത്ത് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സൗത്ത് ഏതാണെന്ന് മനസ്സിലാക്കണം. അതുകൂടാതെ വെസ്റ്റ് ഭാഗത്ത് ഏത് കടലാണുള്ളത്, അല്ലെങ്കിൽ ഏത് സീ ആണുള്ളത്, ഈസ്റ്റ് ഭാഗത്ത് ഏത് കടലാണുള്ളത്, സൗത്ത് ഭാഗത്ത് ഏത് ഓഷ്യൻ ആണുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപടം. ഈ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപടത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ആണ് ഈ ഒരു ഭാഗം, പടിഞ്ഞാറ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പടിഞ്ഞാറ് അല്ലെങ്കിൽ വെസ്റ്റ് എന്ന് പറയും. ഇതാണ് വെസ്റ്റ് ഭാഗം. ഓക്കെ, ദെൻ ഇതാണ് മക്കളെ ഈസ്റ്റ്. ഇതാണ് മക്കളെ ഈസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ. മുകളിലോ ഇതാണ് നോർത്ത് അല്ലെ? ഇതാണ് എന്ത് പറയുന്നത്? നമ്മള് നോർത്ത് പോർഷൻ അല്ലെങ്കിൽ വടക്ക് ഭാഗം എന്ന് പറയുന്നത്. താഴെയോ ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സൗത്ത് അല്ലെങ്കിൽ തെക്ക് ഭാഗം എന്ന് പറയുന്നത് അല്ലെ? ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? തെക്ക് ഭാഗം അല്ലെങ്കിൽ സൗത്ത് പോർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? റെഡി അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിച്ചു. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത്, ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്ത് ഒരു കടലുണ്ട്. എന്താണ് ആ കടലിന്റെ പേര്? ആ കടലിന്റെ പേരെന്താ മക്കളെ? യെസ്, വെരി ഗുഡ്. ഏതാണ് ഈ കടല്? അറബിക്കടൽ. ഇവിടെയുള്ള കടൽ ഏതാണ് മക്കളെ? അറബിക്കടൽ അല്ലെ? അറബിക്കടൽ. ഇവിടെയുള്ള കടൽ ഏതാണ്? അറബിക്കടൽ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ത് പേര് പറയാം? അറേബിയൻ സീ. എന്ത് പേര് പറയാം? അറേബിയൻ സീ. ഈ ഭാഗത്താണ് അറേബിയൻ സീ ഉള്ളത്.
അതേപോലെ വെസ്റ്റ് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഏതുണ്ട്? കിഴക്ക് ഭാഗത്ത് ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന സീ ഉണ്ട് അല്ലെ? ബേ ഓഫ് ബംഗാൾ. സി എച്ച് അത് ബേ ആണ് കേട്ടോ. അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടൽ. ഇവിടെ എന്തുണ്ട്? ബംഗാൾ ഉൾക്കടൽ. ക്ലിയർ ആയല്ലോ? അതേപോലെ നമ്മുടെ തെക്ക് ഭാഗത്ത് എന്തുണ്ട്? തെക്ക് ഭാഗത്ത് ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രം. തെക്ക് ഭാഗത്ത് നിന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രം. ഇത്രയും ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. റെഡിയായോ? ഉറപ്പല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണ്? പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലുണ്ട്, അല്ലെങ്കിൽ അറേബ്യൻ സീ ഉണ്ട്. അതേപോലെ കിഴക്ക് ഭാഗത്ത് എന്തുണ്ട്? ഈസ്റ്റേൺ സൈഡിൽ എന്തുണ്ട്? ബേ ഓഫ് ബംഗാൾ ഉണ്ട്. സൗത്തിൽ എന്തുണ്ട്? ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ചോദ്യം ഇതാണ്: ട്രാൻസ് ഹിമാലയ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ട്രാൻസ് ഹിമാലയയിലെ പ്രധാനപ്പെട്ട 3 പർവ്വതങ്ങൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ വേണ്ടി ഒരു പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കും. ട്രാൻസ് ഹിമാലയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മൗണ്ടെയിൻസ് ഏതൊക്കെയെന്നും അത് മാപ്സിൽ എന്ത് ചെയ്യാം? അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കും. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ ഒരു കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ് ഹിമാലയത്തിലെ 3 പർവ്വതങ്ങൾ പഠിക്കാനുള്ള കോഡ്. എന്താണ് കോഡ്? ഒരു സ്ഥലത്ത് സസ്കർ എന്ന് പറയുന്ന ഇച്ചാണ്. ഈ സസ്കറിച്ച എന്ത് ചെയ്തു അറിയോ? കാറില് എപ്പോഴും ലഡാക്കിൽ പോകും. ലഡാക്കിലേക്ക് പോകും. ഈ ഒരു ചെറിയൊരു കഥ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് ട്രാൻസ് ഹിമാലയയിലെ പ്രധാനപ്പെട്ട 3 പർവ്വതങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഏതൊക്കെയാണ് 3 പർവ്വതങ്ങൾ? ട്രാൻസ് ഹിമാലയത്തിലെ 3 പർവ്വതങ്ങളാണ് കാരക്കോറം അല്ലെ? സസ്കറിച്ച എന്തിലാ ലഡാക്കിലേക്ക് പോകുന്ന? കാറിൽ നിങ്ങൾ എന്താക്കുക? കാരക്കോറം എന്നാക്കുക. കാറിൽ എവിടേക്കാ പോകുന്നത്? ലഡാക്ക്. ആരാ പോകുന്നത്? സസ്കറിച്ച. ഈ ഒരു കഥ പഠിച്ചാൽ ട്രാൻസ് ഹിമാലയയിലെ 3 പർവ്വതങ്ങൾ നിങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ് 3 പർവ്വതങ്ങൾ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ 3 പർവ്വതങ്ങൾ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താമെന്ന് നോക്കാം. അപ്പൊ എന്റെ മക്കൾ നോക്കിയേ, നമ്മുടെ ഇന്ത്യയുടെ തലഭാഗമുണ്ട് അല്ലെ? നമ്മൾ കുറച്ചും കൂടി പിന്നെ ഈ വിശ്വാസമുള്ളവർ എന്ത് ചെയ്യുന്നു? ഒരു 3 കുറി, നമ്മൾ നെറ്റിക്ക് 3 കുറിയുടെ ഇല്ലേ? അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് ഒരു 3 കുറി ഇട്ട് കൊടുക്കാം. ഒരു 3 കുറി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം 3 കുറികൾ ഏതൊക്കെ. നോക്കിയേ ഇതിലേക്ക് മാത്രം നോക്കിയേ, ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഒരു 3 വരകൾ വരച്ചു കൊടുക്കുക. ഒരു 3 വരകൾ. അതില് ഒന്നാമത് ഏറ്റവും ടോപ്പിലാണ് കാരക്കോറം. രണ്ടാമത്തെ ലൈനാണ് ലഡാക്ക്. മൂന്നാമത്തെയാണ് മക്കളെ സസ്കർ. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി മാഷ് പറഞ്ഞുതരാം. ഒന്നും നോക്കണ്ട. പരീക്ഷയ്ക്ക് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വത നിരകളാണ് നിങ്ങളോട് അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക? ഒരു 3 വര ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഒന്നാമത്തെയാണ് കാരക്കോറം. ഒന്നാമത്തേതാണ് മക്കളെ കാരക്കോറം. രണ്ടാമത്തെയാണ് ലഡാക്ക്. മൂന്നാമത്തെയാണ് എന്ത് മക്കളെ? സസ്കർ. ക്ലിയർ ആയോ? ഇങ്ങനെ 3 പ്രധാനപ്പെട്ട പർവ്വത നിരകൾ അടയാളപ്പെടുത്താൻ വേണ്ടി എന്റെ മക്കൾ പഠിച്ചു. ഒന്നുമില്ല, നമ്മുടെ കാശ്മീരിന്റെ ഭാഗത്ത് പോയിട്ട് 3 വരകള്. ആ 3 വര ഏറ്റവും ടോപ്പിലുള്ളത് കാരക്കോറം, രണ്ടാമതുള്ളത് ലഡാക്ക്, മൂന്നാമതുള്ളത് സസ്കർ. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡിയായി എന്ന് വിചാരിച്ചു. അപ്പൊ കാരക്കോറം, ലഡാക്ക്, സസ്കർ 3 നമ്മൾ പഠിച്ചു. ക്ലിയർ ആയല്ലോ? റെഡി. ഇനി അടുത്തത് നമുക്കറിയാം, ട്രാൻസ് ഹിമാലയം കഴിഞ്ഞ അടുത്ത ഏതാ? ഹിമാലയത്തിലും പ്രധാനമായിട്ടും 3 പർവ്വത നിരകളുണ്ട്, 3 മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 മൗണ്ടെയിൻ റേഞ്ചസ്? ഒന്നുകൂടി പറഞ്ഞേ. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഏതൊക്കെയാണ്? നമുക്ക് ഹിമാലയത്തെ 3ആയിട്ട് ഭാഗിക്കാം. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അപ്പൊ അത് നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഒന്നുമില്ല, എന്റെ മക്കൾ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയതാ. ഇവിടെ ഈ നമ്മുടെ ഈ ജമ്മു കാശ്മീർ തൊട്ട് താഴെ ഇവിടെ ഒരു കഴുത്ത് കണ്ടോ?
കണ്ടുവോ? ഈ ഒരു പോർഷൻ കണ്ടു, ഈ ഒരു കഴുത്ത് ഭാഗം കണ്ടുവോ? എല്ലാവരും കണ്ടുവല്ലോ, എല്ലാവരും കണ്ടുവല്ലോ. റെഡിയല്ലേ? റെഡിയല്ലേ? എല്ലാവരും കണ്ടു, എല്ലാവരും കണ്ടു, എല്ലാവരും കണ്ടു. ആ കഴുത്തിന്റെ അവിടുന്ന് ഒരു 3 വര, അവിടുന്ന് ഒരു 3 വര ഇങ്ങനെ 1 2 3. ക്ലിയർ ആയല്ലോ? ആ ഏറ്റവും മുകളിലുള്ളത് ഹിമാദ്രി. ഏറ്റവും മുകളിലേതാണ് ഹിമാദ്രി. ഏറ്റവും മുകളിലത് ഹിമാദ്രി. രണ്ടാമത്തത് ഹിമാചൽ. രണ്ടാമത്തേതാണ് മക്കളെ ഹിമാചൽ. രണ്ടാമത്തേതാണ് മക്കളെ ഹിമാചൽ. മൂന്നാമത്തേതാ സിവാലിക്. മൂന്നാമത്തേതാണ് സിവാലിക്. മൂന്നാമത്തേതാണ് സിവാലിക്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എങ്ങനെ അടയാളപ്പെടുത്തുന്നത് പറഞ്ഞുതരാം. ഒന്നുകൂടി നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് നമ്മൾ അടയാളപ്പെടുത്തുന്നത്? ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു കഴുത്തിന്റെ പോർഷൻ ഉണ്ടല്ലേ, ആ കഴുത്തിന്റെ പോർഷനിൽ നിന്ന് എന്ത് ചെയ്യാ? നേരെയിൽ ഒരു വര, രണ്ടാമത്തെ കുറച്ച് ഇങ്ങോട്ട് വര, മൂന്നാമത്തെ ഒരു വര ഇടാം. ക്ലിയർ ആയല്ലോ? അപ്പോ 3 വരകളുണ്ട്. 3 വരകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഹിമാദ്രി, രണ്ടാമത്തെ ഹിമാചൽ, മൂന്നാമത്തെ ശിവാലിക്. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹിമാദ്രി, ഹിമാചൽ വരയ്ക്കുന്നത്. ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഇവിടെ അല്ലെ ഹിമാദ്രി, അതേപോലെ ഹിമാചൽ, മൂന്നാമത്തെ എന്താണ്? ശിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുകയാണ് ഭൂപടത്തിൽ കാരക്കോറം മലനിര അടയാളപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് കാരക്കോറം എന്ന് പറയുമ്പോൾ എവിടെയാ? അപ്പൊ പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു 3 വര വരച്ചോ. ഏറ്റവും ടോപ്പിലാണ് കാരക്കോറം, അത് മാത്രം വെച്ചിട്ട് ബാക്കിയുണ്ട് മായ്ച്ചു കളഞ്ഞോ. ഓക്കെ, അപ്പൊ കാരക്കോറായി, ലഡാക്കായി, സസ്കറായി. ഇനി പരീക്ഷ ചോദിക്കുകയാണ് ട്രാൻസ് ഹിമാലയത്തിലെ 3 പ്രധാനപ്പെട്ട പർവ്വത നിരകളുണ്ട്, ഏതൊക്കെ? അവ അടയാളപ്പെടുത്തുക. ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിലെ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ക്ലിയർ ആയല്ലോ? ഇനി ഹിമാലയത്തിലെ 3 പർവ്വത നിരകൾ അടയാളപ്പെടുത്താൻ ചോദിച്ചാൽ ഏതൊക്കെയാണ് ഹിമാലയത്തിലെ 3 പർവ്വത നിരകൾ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇന്ത്യയുടെ കഴുത്തിന്റെ ഭാഗത്ത് ഇവിടെ സംഭവം ഇവിടെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ 1 2 3. ക്ലിയർ ആയല്ലോ? ഏറ്റവും ടോപ്പിൽ ഹിമാദ്രി, അടുത്ത രണ്ടാമത്തേതാണ് ഹിമാചൽ, മൂന്നാമത്തേതാണ് ശിവാലിക് അല്ലെ, ശിവാലിക്. മൂന്നാമത്തേതാണ് ശിവാലിക്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി മറ്റൊന്നാണ് നമ്മുടെ കിഴക്കൻ ഹിൽസ്. നമുക്കറിയാം ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിഴക്കൻ മലനിരകൾ വരുന്നത് അല്ലെ, പൂർവാചൽ അല്ലെങ്കിൽ പൂർവാചൽ എന്ന് പറയും അല്ലെ. ദി ഈസ്റ്റേൺ ഹിൽസ് ഓൾസോ നോൺ ആസ് പൂർവാചൽ, അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ പൂർവാചൽ എന്നും അറിയപ്പെടുന്നു നമുക്കറിയാം. ഈ കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മലനിരകൾ ചേർന്നതാണ് കിഴക്കൻ മലനിരകൾ. അപ്പൊ ഇവിടെയും പ്രധാനപ്പെട്ട 3 മലനിരകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് 3 മലനിരകൾ? ഒന്നാമത്തെ മലനിരയാണ് പട്കായി ഭൂം, രണ്ടാമത്തെയാണ് നാഗാ ഹിൽസ് അല്ലെങ്കിൽ നാഗാ കുന്നുകൾ, മൂന്നാമത്തെയാണ് മിസോ ഹിൽസ് അല്ലെങ്കിൽ മിസോ കുന്നുകൾ. ഈ 3ഉം എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ ആയല്ലോ? ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? 10 തലയുള്ള നാഗം മിസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 10 തലയുള്ളത് എന്താക്കി മാറ്റുക? പത്കായി ഭൂമാക്കി മാറ്റുക. നാഗാ ഹിൽസ് അല്ലെങ്കിൽ നാഗാ കുന്നുകളാക്കുക. മിസ്സായി മിസോ ഹിൽസ്, മിസോ കുന്നുകൾ എന്ന് അടയാളപ്പെടുത്തുക. അപ്പോ ഈ 3 കുന്നുകളെയും നമ്മൾ അടയാളപ്പെടുത്താൻ പരീക്ഷയ്ക്ക് ചോദിക്കും, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ ഒന്നും ചെയ്യേണ്ട. നമുക്കറിയാം ഇതല്ലേ കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇങ്ങോട്ട് നോക്കിയോ, ഒന്നും ചെയ്യേണ്ട. ഈ അറ്റത്ത് പോയിട്ട് ഇവിടുന്ന് 3 വര താഴെ, 1 വര, 2 വര, 3 വര, ഇങ്ങനെ 3 വരകൾ ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിലുള്ള ഈ വര, ഏറ്റവും മുകളിലുള്ള ശ്രദ്ധിക്കുക, ഏറ്റവും മുകളിലുള്ള ഈ വരയാണ് മക്കളെ പത്കായി ഭൂം. എന്താണ് പേര് പറയുന്നത്? പത്കായി ഭൂം എന്ന് പറയുന്നു. പത്കായി ഭൂം. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെയാണ് നാഗാ ഹിൽസ്. എന്ത് പേര് പറയും? നാഗാ ഹിൽസ് അല്ലെങ്കിൽ നാഗാ കുന്നുകൾ എന്ന് പറയുന്നു. നാഗാ കുന്നുകൾ എന്ന് പറയുന്നു. മൂന്നാമത്തെയാണ് മിസോ ഹിൽസ് അല്ലെങ്കിൽ മിസോ കുന്നുകൾ എന്ന് പറയുന്നു. ക്ലിയർ ആയോ? റെഡി അല്ലേ? യെസ്, ഇത് നമുക്ക് മനസ്സിലായി.
അപ്പൊ എങ്ങനെ ഒന്നുകൂടി പറയാം, എങ്ങനെയാണ് നമ്മള് പിന്നെ കിഴക്കൻ മലനിരകളിലെ പത്കായ് ഭൂമും നാഗാ ഹിൽസും മിസോ ഹിൽസും അടയാളപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ 3 വരകൾ ഇങ്ങനെ ഇടുക. 1 2 3. ഒന്നാമത്തേതാണ് പത്കായ് ഭൂം, രണ്ടാമത്തേതാണ് നാഗാ കുന്നുകൾ അല്ലെങ്കിൽ നാഗാ ഹിൽസ്, മൂന്നാമത്തെയാണ് മിസോ ഹിൽസ് അല്ലെങ്കിൽ മിസോ കുന്നുകൾ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡിയാണ്. ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട പർവ്വതമാണ് ആരവല്ലി. എവിടെയാണ്? ആരവല്ലി. ഈ ആരവല്ലിക്ക് ഒരു സ്വഭാവമുണ്ട്. രാജസ്ഥാനിലേക്ക് പോകുന്ന മൺസൂൺ കാറ്റുകളെ എപ്പോഴും തടഞ്ഞു നിർത്തുന്ന ആരവല്ലിയാണ്. രാജസ്ഥാനിലേക്ക് കടത്തിവിടാതെ നേരെ മുകളിലേക്ക് കടത്തിവിടും. അപ്പോ ആരവല്ലിയുടെ സ്ഥാനം എവിടെയെന്ന് വെച്ചാൽ നമുക്കറിയാം. ഇതല്ലേ മക്കളെ ഗുജറാത്ത് എന്ന് പറഞ്ഞാല്? ഗുജറാത്തിന്റെ മുകളിലാണ് നമുക്ക് എന്ത് വരുന്നത്? രാജസ്ഥാൻ വരുന്നത് അല്ലെ? അപ്പൊ രാജസ്ഥാൻ വെച്ചാൽ ഏകദേശം ഈ ഒരു ഭാഗത്ത് വരും. രാജസ്ഥാൻ വെച്ചാൽ എവിടെ വരും? ഏകദേശം ഈ ഒരു ഭാഗത്താണ് നമ്മുടെ രാജസ്ഥാൻ വരുന്നത്. ശരിയല്ലേ? ശരിയാണ്. അപ്പോ ആ രാജസ്ഥാന്റെ കുറച്ച് സൈഡായിട്ട് ഇങ്ങനെ കുറച്ച് മുകളിലായിട്ട് ഇപ്പുറമായിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഇതാണ് മക്കളെ ആരവല്ലി. ഇതാണ് എന്ത് പേര് പറയുന്നത്? ആരവല്ലി. ഇതാണ് എന്ത് പേര് പറയുന്നത്? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്. ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്. ക്ലിയർ ആയല്ലോ? അതേപോലെ ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെയും 2 പർവ്വതങ്ങളുണ്ട്. വിന്ധ്യ സത്പുര. ഇവിടെ എന്തുണ്ട്? വിന്ധ്യയുമുണ്ട്. അടുത്ത എന്താ ഉള്ളത്? സത്പുര. അപ്പൊ ഇവിടെ വിന്ധ്യ സത്പുര എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 മൗണ്ടെയിൻ റേഞ്ചും കൂടി ഇവിടെ ഉണ്ട്. ക്ലിയർ ആയല്ലോ? ആരവല്ലി രാജസ്ഥാന്റെ സൈഡിലായി, അതിന്റെ തൊട്ട് സൈഡ് തന്നെയായിട്ട് എന്തുണ്ട്? വിന്ധ്യ സത്പുര എന്ന് പറയുന്ന പർവ്വതനിരയുണ്ട്. അതേപോലെ കുറച്ച് താഴെയാണെങ്കിലോ, കുറച്ച് താഴെ ഗുജറാത്തിന്റെ കഴുത്ത്, ഇതല്ലേ ഗുജറാത്തിന്റെ കഴുത്ത്? അതിന്റെ കുറച്ച് താഴ്ന്ന് എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക. മക്കളെ, ഇതാണ് മക്കളെ പശ്ചിമഘട്ടം. എന്ത് ഘട്ടം? പശ്ചിമഘട്ടം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നു. എന്ത് പേര് പറയുന്നു? വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നു. അതേപോലെ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട 3 വരകൾ വരയ്ക്കുക. ഒരു 3 വരകൾ വരയ്ക്കുക. ഇതാണ് മക്കളെ ഈസ്റ്റേൺ ഘട്ട് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവഘട്ടം. മലയാളത്തില് പൂർവഘട്ടം എന്ന് പറയുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. എവിടെയാണ് ആരവല്ലി വേണ്ടത്? ആരവല്ലി രാജസ്ഥാന്റെ എവിടെ എന്ത് ചെയ്യുന്നു? ഒരു വര വരയ്ക്കുന്നു. ഇതാണ് മക്കളെ ആരവല്ലി. അതേപോലെ എന്താണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്? വിന്ധ്യ സത്പുര. ഈ ഒരു ഭാഗത്ത് തന്നെ എന്ത് ചെയ്തു? 2 വര വരയ്ക്കുന്നു. മുകളിലത്തത് എന്താണ്? വിന്ധ്യ, താഴത്തെ എന്താണ്? സത്പുര. ക്ലിയർ ആയോ? ഇനി വെസ്റ്റേൺ ഘട്ട് എവിടെയാ? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര വരയ്ക്കുക. വെസ്റ്റേൺ ഘട്ട് ഏതാണ്? പിന്നെ ഈസ്റ്റേൺ ഘട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈസ്റ്റേൺ ഘട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈസ്റ്റേൺ ഘട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈസ്റ്റേൺ ഘട്ട്. ക്ലിയർ ആയല്ലോ? റെഡിയായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ മാഷ് പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ ഇവിടെ ഒരു അറിയാതെ എന്ത് ചെയ്തു? പിന്നെ പൂർവാചൽ എന്ന് പറഞ്ഞു. പൂർവാചൽ അല്ല, ഇത് പൂർവഘട്ടം എന്നാണ് പറയുന്നത് കേട്ടോ. പൂർവാചൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെയാണ് പറയുന്നത്. ഇത് കേട്ടാ, അത് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? റെഡിയായി. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മക്കളെ തീരപ്രദേശങ്ങളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ കോസ്റ്റൽ ലൈൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ കോസ്റ്റൽ ലൈൻസ് നമുക്ക് നോക്കാം. ഇതാ ഇങ്ങോട്ട് നോക്കിയേ. നമ്മുടെ ഗുജറാത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് വന്ന് ഇങ്ങനെ പോയി കിട്ടും വരെ ഇങ്ങനെ പോകും അല്ലെ? ഇങ്ങനെ പോകുന്ന ഈ ഭാഗമാണ് ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഈ കോസ്റ്റൽ ലൈനെ തന്നെ നമുക്ക് എത്രയായി തരംതിരിക്കാം? 2 ആയിട്ട് തരംതിരിക്കാം. ഈ കോസ്റ്റൽ ലൈൻ എത്രയായി തരംതിരിക്കാം? 2 ആയിട്ട് തരംതിരിക്കാം. പടിഞ്ഞാറ് ഭാഗത്തുള്ളത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, ഈസ്റ്റ് ഭാഗത്തുള്ളത് അല്ലെ, ഈ ഭാഗത്തുള്ളത് പടിഞ്ഞാറൻ തീര സമതലം,
ഈ ഭാഗത്തുള്ളതോ കിഴക്കൻ തീര സമതലം. കിഴക്കൻ തീര സമതലം. കിഴക്കൻ തീര സമതലം. പടിഞ്ഞാറൻ തീര സമതലവും ഉണ്ട്, കിഴക്കൻ തീര സമതലവും ഉണ്ട്. പടിഞ്ഞാറൻ തീര സമതലവും ഉണ്ട്, കിഴക്കൻ തീര സമതലവും ഉണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അല്ലെ? പടിഞ്ഞാറ് ഭാഗത്തുള്ളത് ഇംഗ്ലീഷ് എന്ത് പേര് പറയുന്നു? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഈസ്റ്റ് ഭാഗത്തുള്ള നമ്മൾ എന്ത് പേര് പറയുന്നു? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? റെഡി ആയോ? പടിഞ്ഞാറ് ഭാഗത്തുള്ളത് പടിഞ്ഞാറൻ തീര സമതലം എന്നും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നു. അതായത് നമ്മുടെ ഇവിടുന്ന് മുതൽ അല്ലെ, ഇതാ ഗുജറാത്തിന്റെ ഇവിടം മുതൽ ഇങ്ങനെ 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 ഇതാണ് പടിഞ്ഞാറൻ തീര സമതലം എന്ന് പറയുന്നത്. ഇനി ഏതാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്? ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് വരെയുള്ളതാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ കിഴക്കൻ തീര സമതലം എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? റെഡി ആയല്ലോ? അപ്പോ ഈ തീരസമതലങ്ങളെ നമ്മൾ പടിഞ്ഞാറെന്നും അല്ലെ അതേപോലെ കിഴക്കൻ തീരസമതലം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ പടിഞ്ഞാറൻ തീരസമതലത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെയാണ് ഗുജറാത്ത് തീരസമതലം. ഗുജറാത്ത് തീരസമതലം അല്ലെങ്കിൽ ഗുജറാത്ത് തീരസമതലം അല്ലെങ്കിൽ ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ. രണ്ടാമത്തെയാണ് കൊങ്കൺ തീരം. ഏതാണ്? കൊങ്കൺ തീരം. രണ്ടാമത്തെ ഭാഗമാണ് കൊങ്കൺ തീരം അല്ലെങ്കിൽ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നു. മൂന്നാമത്തെയാണ് മലബാർ തീരം അല്ലെങ്കിൽ മലബാർ കോസ്റ്റ് എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കാം. ഇത് എവിടെയൊക്കെയാണ് അടയാളപ്പെടുത്തുക നമുക്ക് നോക്കാം. ഇങ്ങോട്ട് നോക്കിയേ, ഇതാ മാഷ് ഇവിടെ നോക്കിയേ. നമ്മുടെ ഈ ഗുജറാത്തിന് ഇത്രയും ഭാഗം, ഈ ഗുജറാത്തിന്റെ കഴുത്ത് വരെ, ഈ ഗുജറാത്തിന്റെ കഴുത്ത് വരെയുള്ള ഇത്രയും ഭാഗമാണ് ഇവിടുന്ന് മുതൽ ഇങ്ങനെ ഇത്രയും ഭാഗം വരെയാണ് ഗുജറാത്ത് തീരം വരുന്നത്. അവിടുന്ന് മുതൽ നമ്മളെ കേരളത്തിന്റെ മുകൾ ഭാഗം വരെ ഈ രണ്ടാമത്തെ കാറ്റഗറി ഇത്രയും ഭാഗത്താണ് കൊങ്കൺ തീരം വരുന്നത്. ക്ലിയർ ആയല്ലോ? അതിന്റെ താഴെയാണ് മലബാർ തീരം വരുന്നത്. അപ്പൊ നമുക്കറിയാം ഗുജറാത്ത് തീരം എന്ന് വെച്ചാൽ ഗുജറാത്ത് സംസ്ഥാനം നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാം അല്ലെ? ഇതാണ് ഗുജറാത്ത് സംസ്ഥാനം. അപ്പൊ ഗുജറാത്ത് സംസ്ഥാനം മൊത്തം വരുന്നതാണ് ഗുജറാത്ത് തീരം. പിന്നെ അവിടെ മുതൽ കർണാടക ഈ ഒരു ഭാഗം വരെ വരുന്നതാണ്, ഇവിടുന്ന് ഇത്രയും ഭാഗം വരുന്നതാണ് എന്ത്? കൊങ്കൺ തീരം എന്ന് പറയുന്നത്. അവിടുന്ന് താഴോട്ട് നമ്മുടെ കന്യാകുമാരി വരുന്നതാണ് ഇത് മലബാർ തീരം എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? റെഡിയല്ലേ? അതേപോലെ നോക്കിയേ നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെയും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇതാ ഇവിടം മുതൽ ഇതാ നമ്മുടെ ഈ ഫസ്റ്റ് ബെൻഡില്ലേ, ഈ ബെൻഡ് വരെയുള്ളത്, ഒന്നാമത്തെ വലിയൊരു ബെൻഡ് വരെയുള്ള ഒരു വളവുണ്ട്, ഇവിടെ ഒരു വളവുണ്ടോ? ആ വളവ് വരെയുള്ള ഭാഗത്തെ നമ്മൾ എന്ത് പേര് പറയാം? കോറമണ്ടൽ തീരം എന്ന് പറയുന്നു. എന്ത് പേര് പറയുന്നു? കോറമണ്ടൽ തീരം എന്ന് പറയുന്നു. അതിന്റെ മുകളിലുള്ള ഇത്രയും ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് വടക്കൻ സിർക്കാസ് സമതലം അല്ലെങ്കിൽ നോർത്ത് സിർക്കാർ സമതലം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? റെഡിയല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കാരക്കോറം മലനിര എവിടെയാണ് അടയാളപ്പെടുത്തുന്നത് പഠിച്ചു അല്ലെ? ലഡാക്ക്, സസ്കർ അല്ലെ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് പഠിച്ചു, പത്കായ് ബൂം പഠിച്ചു, നാഗാ ഹിൽസ് പഠിച്ചു, അതേപോലെ മിസോ ഹിൽസ് പഠിച്ചു, വെസ്റ്റേൺ ഘട്ട് അടയാളപ്പെടുത്താൻ പഠിച്ചു, ഈസ്റ്റേൺ ഘട്ട് അടയാളപ്പെടുത്താൻ പഠിച്ചു, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അടയാളപ്പെടുത്താൻ പഠിച്ചു, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അടയാളപ്പെടുത്താൻ പഠിച്ചു, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന്റെ ഡിവിഷനായ ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിവ അടയാളപ്പെടുത്താൻ പഠിച്ചു. അതേപോലെ കിഴക്കൻ തീരസമുദ്രത്തിന്റെ ഭാഗമായ കോറമണ്ടൽ തീരവും അല്ലെ വടക്കൻ സിർക്കാസ് തീരസമുദ്രവും അടയാളപ്പെടുത്താൻ വേണ്ടി പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ റെഡിയായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടും മാപ്പ് വർക്കിംഗ് ആയിട്ട് പരീക്ഷക്കൊക്കെ ചോദിക്കുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയല്ലോ? റെഡി ആയല്ലോ? പിന്നെ അതേപോലെ മറ്റൊന്നുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ കീഴിൽ പ്രധാനപ്പെട്ട 2 ദ്വീപുകളാണുള്ളത്, 2 ഐലാൻഡ്സ് ആണുള്ളത്. ഒന്നാമത്തെ ഐലാൻഡ്സ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ്. ഇതാണ് മക്കളെ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ
ഏതാണ്? ഇതാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാല്. അതേപോലെ കിഴക്ക് ഭാഗത്ത് കണ്ടോ ഞാനിപ്പോ ലൈൻ വിട്ട് വരച്ചത് സർക്കിളില് അല്ലെ? ഇതാണ് മക്കളെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ്സ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ്സ് അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇങ്ങനെ 2 ദ്വീപുകളാണ് നമുക്കുള്ളത്. അതും നിങ്ങൾ മറക്കല്ലേ, അതും നിങ്ങൾ മറക്കല്ലേ. ഇത്രയുമാണ് നമ്മുടെ പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാല്. ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരക്കോറം എവിടെയാണ്, ലഡാക്ക് എവിടെയാണ്, സസ്കർ എവിടെയാണെന്ന്. അതേപോലെ അല്ലെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എവിടെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതാ 3 വരകൾ ഞാൻ നേരത്തെ അനിൽ മാഷ് പറഞ്ഞാണ്. അവിടെ 3 വരകൾ ഇടുക, അതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. പിന്നെ മറ്റൊന്ന് പറഞ്ഞതാണ് എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 വരകൾ ഇടുക, അതാണ് എന്ത് പറയുന്നത്, അതാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറഞ്ഞാല്. ദെൻ ഇവിടെ നിന്ന് 3 വരകൾ താഴേക്ക് ഇട്ട പത്കായ് ബൂം, നാഗാ ഹിൽസ്, മിസോ ഹിൽസ് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. റെഡിയല്ലേ? റെഡിയല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദി ഫിസിയോഗ്രാഫിക് ഡിവിഷൻ. ഐഡന്റിഫൈ ദി ഫിസിയോഗ്രാഫിക് ഡിവിഷൻ മാർക്ക്ഡ് as B in the given map and explain the characteristics of this division. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അതിൽ എ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. എ ദി നോർത്തേൺ മൗണ്ടൻ ആണ് കൊടുത്തിട്ടുണ്ട്. സി എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, പെനിൻസുല പ്ലാറ്റ്യൂ എന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി എന്താണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ബി ഏതാണ് മക്കളെ? എല്ലാവർക്കും അറിയാം. അത് ഏതാണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഏതാണ് മക്കളെ? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ബി ഏതാണ് മക്കളെ? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ മലയാളത്തില് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ലിയർ ആയോ? പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഴുതാൻ പറഞ്ഞത്, അത് നിങ്ങൾ എഴുതുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദി റീജിയണൽ ഡിവിഷൻ ഓഫ് ദി ഗംഗ പ്ലെയിൻ മാർക്ക്ഡ് as ABC. എക്സ്പ്ലെയിൻ ഹൗ ദി ഗംഗ പ്ലെയിൻ വാസ് ഫോംഡ്. ഇവിടെ നോക്കിയിട്ട് എ ബി സി എന്ന് പറയുന്ന മാർക്ക് ചെയ്തിട്ടുള്ള ഗംഗാ പ്ലെയിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഗംഗാ പ്ലെയിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ആദ്യം മലയാളത്തിൽ നമുക്ക് ഏതൊക്കെ നമുക്ക് 3 ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഗംഗാ പ്ലെയിനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും ടോപ്പിലുള്ളത് ഏതാണ്? ഉപരിഗംഗ അല്ലെ? ഉപരിഗംഗ സമതലം എന്ന് പറയുന്നു. നടുക്കുള്ളത് ഏതാ? മധ്യഗംഗാ സമതലം എന്ന് പറയുന്നു. താഴെയുള്ളതോ കീഴ്ഗംഗാ സമതലം എന്ന് പറയുന്നു. അപ്പൊ നോക്കിയേ, ഈ മുകളിലുള്ള ഈ ഒരു പോർഷൻ ഉപരിഗംഗാ സമതലം. രണ്ടാമത്തെ ബി പോർഷൻ ഏതാണ്? മധ്യഗംഗാ സമതലം. സി എന്ന് പറയുന്ന പോർഷനോ കീഴ്ഗംഗാ സമതലം. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ മുകളിലുള്ള ഗംഗാ പോർഷനെ പറയുന്ന പേരാണ് അപ്പർ ഗംഗാ പ്ലെയിൻ. നടുക്കുള്ളതിനെ മിഡിൽ ഗംഗാ പ്ലെയിൻ. താഴെയുള്ളതിനെയോ ലോവർ ഗംഗാ പ്ലെയിൻ എന്ന് പറയുന്നു. മുകളിലെ എ എന്ന് പറയുന്നത് അപ്പർ ഗംഗാ പ്ലെയിൻ, ബി എന്ന് പറയുന്നത് മിഡിൽ ഗംഗാ പ്ലെയിൻ. അതേപോലെ സി എന്ന് പറയുന്നത് ലോവർ ഗംഗാ പ്ലെയിൻ. റെഡിയല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചേ. ഐഡന്റിഫൈ ദി റീജിയണൽ ഡിവിഷൻ ഓഫ് ഗംഗാ പ്ലെയിൻ മാർക്ക്ഡ് as ABC. എ മീൻസ് അപ്പർ ഗംഗാ പ്ലെയിൻ അല്ലെങ്കിൽ ഉപരിഗംഗാ സമതലം. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് വെച്ചാൽ മിഡിൽ ഗംഗാ പ്ലെയിൻ അല്ലെങ്കിൽ മലയാളത്തിലെ മധ്യഗംഗാ സമതലം. സി എന്ന് വെച്ചാൽ എന്താണ്? ലോവർ ഗംഗാ പ്ലെയിൻ അല്ലെങ്കിൽ കീഴ്ഗംഗാ സമതലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ നോക്കി തന്നെയാണ് അതിന്റെ മലയാളം ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. അടുത്തൊരു ചോദ്യം, തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും 2 പർവ്വത നിരകളുടെ പേര് എഴുതുക. എന്താണ്? മെൻഷൻ ദി മൗണ്ടെയിൻസ് അല്ലെ? മെൻഷൻ ദി മൗണ്ടെയിൻസ് ഇൻക്ലൂഡ് ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മൗണ്ടൻ റേഞ്ചിന്റെ പേര് എഴുതുക. ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയയിൽ ഉൾപ്പെടുന്ന 3 മൗണ്ടൻ റേഞ്ച്? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പൊ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുമല്ലോ. നോക്കിയേ, എങ്ങനെ അടയാളപ്പെടുത്തും? ഇങ്ങോട്ട് നോക്കിയേ, ഇതാ 3 വരകൾ. ഇവിടെ നിന്ന് ഇങ്ങനെ 3 വരകൾ ചെയ്യുക. ടോപ്പിലുള്ളത് കാരക്കോറം, രണ്ടാമത്തെ ലഡാക്ക്, മൂന്നാമത്തുള്ളത് സസ്കർ. ക്ലിയർ ആയോ? ഉറപ്പല്ലേ? അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കിയേ. പൂർവാചലിൽ ഉൾപ്പെട്ട പ്രധാന കുന്നുകൾ ഏതൊക്കെ? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പൂർവാചലിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട 3 കുന്നുകളാണ് പത്കായി ഭൂം, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ. ഇംഗ്ലീഷിലാണെങ്കിൽ പത്കായി ഭൂം, നാഗാ ഹിൽസ്, മിസോ ഹിൽസ്. ഇത് അടയാളപ്പെടുത്താൻ എളുപ്പല്ലേ? എങ്ങനെയാ നേരത്തെ മാഷ് പറഞ്ഞേ?
മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു 3 മാർക്ക് ഇട്ട് കൊടുക്കുക, 3 മാർക്ക് ഇട്ട് കൊടുക്കുക, ഒരു 3 മാർക്ക് ഇട്ട് കൊടുക്കുക. ക്ലിയർ ആയല്ലോ? 3 മാർക്ക് ഇടാൻ കഴിയല്ലോ? 3 മാർക്ക് എല്ലാം ഇടാൻ പറ്റുമല്ലോ? 3 മാർക്ക് ഇടുക. ഏറ്റവും ടോപ്പിലുള്ളത് ഏതാണ്? പത്കായി ഭൂം. ഏറ്റവും ടോപ്പിൽ ഏതാണ്? ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയുന്ന പേരെന്താ? പത്കായി ഭൂം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഏതാ? നാഗാ കുന്നുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നാഗാ ഹിൽസ് എന്ന് പറയുന്നു. മൂന്നാമത്തേതാ? മിസോ കുന്നുകൾ അല്ലെങ്കിൽ മിസോ ഹിൽസ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? അതും ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് മാപ്പിന്റെ ക്വസ്റ്റ്യൻ. എല്ലാവരും കൃത്യമായി ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, ബൈ, സീ യു.